ഹലോ ഗൈസ്, HB റിയാക്ഷന്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വേട്ടയ്യൻ, രജനീകാന്തിന്റെ വേട്ടയ്യന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാം, അതിനുശേഷം ബാക്കി സംസാരിക്കും. பொறுக்கி பசங்களை என்கொண்டுதான் பண்ணணும். குற்றவாளியை உடனே பிடிக்கணும். என்ன வேணாலும் ஆக்ஷன் எடுத்துக்கங்க. It was a brutal murder, sir. இதுதான் கிரிமினலோட ஐடென்டிட்டின்னு எதையும் ஐசோலேட் பண்ணி சொல்ல முடியல சார். உங்களால லா அண்ட் ஆர்டர் மெயின்டைன் பண்ண முடியலன்னா எல்லாரும் ரிசைன் பண்ணிட்டு போங்கயா. ஒரு வாரத்துல என்கவுண்டர் பண்ணியா? தேவையில்லை சார், ஒரு வாரம் ரொம்ப அதிகம். 3 நாளில் டிபார்ட்மெண்ட்டுக்கு நல்ல பேர் வரும். Justice delayed is justice denied. Justice hurried is justice buried. நேரத்தோட மதிப்பு தெரிஞ்ச ஒருத்தன் தான் சாதிக்க முடியும். திருடுன்னா முகமூடி போடணும்னு அவசியம் இல்லை, கொஞ்சம் மூளை இருந்தா போதும். குற்றங்கள் தொட்டுநோய் மாதிரி, அதை வளர விடக்கூடாது. சார், அவன் கிட்ட வக்கீல் படையே இருக்கு. அவன் நெட்வொர்க்ல 2000 பேருக்கு மேல இருக்கிறாங்க. இவ்வளவு பெரிய போலீஸ் ஃபோர்ஸ், வெப்பன்ஸ் பவர் இருந்தும் ஒரு கிரிமினல் அக்யூஸ் பண்ணிட்டு இருக்காங்க சொன்னா அங்க போலீஸ் சரியா வேலை செய்யலன்னு அர்த்தம். சும்மா பேசிட்டு இந்த ப்ராப்ளம் இல்லை, அவனை தூக்குவான். காட் இட். அநீதியை நீதியால நாம் வெல்ல முடியும். இன்னொரு அநீதியால இல்லை. அநியாயம் நடக்கும்போது போலீஸ் அமைதியா இருக்கிறத விட அதிகாரத்தை கைது எடுக்கிறது தப்பில்லை ஜட்ஜ் சார். என்னை எந்த போஸ்ட்ல தூக்கி அடிச்சாலும் நான் அதே போலீஸ்காரர் தான். என்கிட்ட இருந்தவனை யாராலையும் காப்பாற்ற முடியாது. അല്ലെ, ഒരുപാട് ഹൈപ്പിലെന്നൊരു പടത്തിന്റെ ട്രെയിലറാണ് റിലീസായത്. പ്രതീക്ഷയിലല്ലേ, പ്രതീക്ഷക്കൊത്ത ഒരു ട്രെയിലറൊക്കെ തന്നെയാണ്. അല്ലെ, BGM അല്ലെ അനിരുദ്ധാണ്. പക്ഷെ പുള്ളിയുടെ മുമ്പത്തെ പടങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അത്രയും ഒരു ഇത് തോന്നിയില്ല. ചിലപ്പോ ട്രെയിലർ കട്ട്സിലുള്ള മ്യൂസിക് മാത്രമല്ല നമുക്ക് കേട്ടോളൂ. ഇപ്പൊ ഇനി സിനിമയിൽ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അടിപൊളി BGMs ഉണ്ടാവാം അല്ലെ. പിന്നെ ഒരുപാട് കാസ്റ്റ് ഉണ്ട് അല്ലെ. ഫഹദ്, അമിതാഭ് ബച്ചൻ, പിന്നെ ഋതിക സിംഗ്, റാണ, കൊറേ കാസ്റ്റ്, ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോ നല്ല പടത്തിന് നല്ല ഹൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ ഡയറക്ടറാണ് ഞാനതിൽ JBBന് ശേഷമുള്ള പടം കൂടിയാണ് അല്ലെ. മൊത്തത്തിലൊരു ഹൈപ്പ് ക്രിയേറ്റ് ആയി നിൽക്കുകയാണ്. അതിന്റെ ഇപ്പൊ ട്രെയിലറും കൂടി വന്നപ്പോൾ അതിന്റെ ഒപ്പം നിൽക്കാൻ പറ്റിയൊരു ട്രെയിലർ കാർഡ്സ് കണ്ടത്. എന്നാലും പടം അടിപൊളിയാവും തോന്നണം അല്ലെ. 10-നാണ് റിലീസ് പറഞ്ഞ. സോളോ റിലീസാണ്, വേറെ ക്ലാഷ് ഒന്നായിട്ടൊന്നുമില്ല, വേറെ പടങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് നല്ല സേഫ് റണ്ണായിരിക്കും. അത്യാവശ്യം പോസിറ്റീവായാലും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു എബോ ആവറേജ് റിവ്യൂ കിട്ടിയാൽ പോലും കളക്ഷൻ കൊടുക്കാനുള്ള ഇതാണ്. കാരണം ഫ്രീ റണ്ണാണ്, വേറെ ക്ലാഷ് ഒന്നുമില്ല. അതുകൊണ്ട് സുഖമായിട്ട് പോവാം അല്ലെ. പിന്നെ കേരളത്തിലാണ് പിന്നുള്ളത്. ഒക്ടോബർ 17-ന് ബോഗൻവില്ല ഇറങ്ങുന്നുണ്ട്. അതത്ര ഇച്ചിരി ഇതുള്ളൂ. അത് കേരളത്തിന് മാത്രം വിഷയമില്ല, ബാക്കിയുള്ള സ്റ്റേറ്റിൽ വലിയ വിഷയം ഉണ്ടാവില്ല. അതായത് പടം ഇറങ്ങുമ്പോൾ കാണാം അല്ലെ. ഫഹദിന് ഫൈറ്റ് ചെയ്യണം. ഫഹദിന് ഞാൻ വിക്രത്തില് കാര്യമായിട്ട് ഫൈറ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷ, പക്ഷെ വിക്രത്തിൽ അങ്ങനെ ഉണ്ടായില്ല. ഇതില് 2-3 ഫൈറ്റ് സീൻ കണ്ടപ്പോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അതിനെ കാണുമ്പോ അറിയാം. അപ്പൊ എന്തായാലും ഞങ്ങള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.